ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ഡ്രോൺ DJI Neo എന്ന് പറഞ്ഞിട്ട്. അപ്പം DJI പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്നത് കേട്ടോ. നമ്മളിത് ആമസോണിൽ നിന്നാണ്, ഇപ്പോൾ നമ്മൾ അയർലൻഡിലാണ്, അപ്പോൾ ആമസോണിൽ നിന്നാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത് കേട്ടോ. ഇത് ഇറങ്ങിയിട്ടൊരു 2-3 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ DJI ഇതുവരെ ഇറക്കിയിട്ടുള്ളതിൽ ഏറ്റവും ചെറിയൊരു ഡ്രോണാണിത്. ഇതിന് മറ്റുള്ള ഡ്രോണിനേക്കാളും തീരെ വില കുറവാണ്. പിന്നെ നമുക്ക് മറ്റുള്ള ഡ്രോണിനെ അപേക്ഷിച്ച് കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. നമുക്കിത് AI വെച്ചിട്ട് കൺട്രോളിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. നമ്മുടെ ഫേസ് അനുസരിച്ച് ട്രാക്ക് ചെയ്തൊക്കെ വരികയൊക്കെ ചെയ്യും. നമുക്കിപ്പോൾ മിനി വ്ളോഗൊക്കെ എടുക്കാനാണെങ്കിലും, പിന്നെ ആരെങ്കിലും നമുക്കിപ്പോൾ വീഡിയോ എടുക്കാൻ കൂടെ ഇല്ല, അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്കിപ്പം വേറെ ആരും ഇല്ല, ഫോട്ടോ ഒന്നും എടുക്കാൻ ആരും ഇല്ലെങ്കിൽ നമുക്ക് കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരാളാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ക്വിക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമുക്കിത് പറത്താൻ പറ്റും. പിന്നെ ഇതിന് അധികം മെമ്മറി ഒന്നും ഇല്ല കേട്ടോ. ആകെ വരുന്നത് 23-22 മെമ്മറി ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പോരായ്മ പറയാനുള്ളത്, ഇതിന് നമുക്ക് സെൻസറുകൾ കുറവാണ്. നമുക്ക് ആകെപ്പാടെ ലാൻഡിങ് ചെയ്യാനുള്ള സെൻസറുള്ളൂ. അപ്പം ഇതാട്ടോ നമ്മുടെ ഡ്രോൺ. ഏറ്റവും നമുക്ക് നല്ല കമ്പാറ്റബിൾ ആയിട്ടോ ഈ സാധനം ഇറങ്ങിയിരിക്കുന്നത്. നല്ല നമുക്ക് ഹാൻഡി ആയിട്ട് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ DJI പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, കിടിലൻ ലുക്കല്ലേ. ഇതുവരെ ഇറക്കിയേക്കാളും നല്ല ലുക്കിലാണ് സംഭവം ഇറക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ നമുക്ക് പല മോഡുകളുണ്ട്. നമുക്ക് ഡ്രോണിയായിട്ട്, നമുക്ക് DJI Mini 3 ഒക്കെ ഉപയോഗിച്ചവർക്ക് അറിയാം, ഡ്രോണിയായിട്ട് എടുക്കാം. അങ്ങനെ ക്വിക്ക് ഷോട്ടുകൾ പലതരം ഉണ്ടല്ലോ. ആ ക്വിക്ക് ഷോട്ടെല്ലാം എടുക്കാൻ പറ്റുന്ന ഒരു, പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്ത്, നമുക്കിപ്പം വേറെ റിമോട്ടൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്ത് ഇതിൽ തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്യാവുന്ന കേട്ടോ. പിന്നെ ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് നമുക്ക് RC റിമോട്ട് വെച്ച് ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ ഇതിൽ തന്നെ നമുക്ക് ജസ്റ്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇച്ചിരി ലെങ്തി ആയിട്ട്, ഇച്ചിരി ദൂരത്തേക്ക് വിടാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് RC കൺട്രോളർ ഉപയോഗിക്കായിരിക്കും കേട്ടോ കൂടുതൽ ലെങ്തി വിടാനായിട്ട് നല്ലത്. നമുക്കിപ്പോൾ അടുത്ത് പലൊരു റൂമിലൊക്കെ ആണെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ പുറത്തൊരു ചെറിയ ഗ്രൗണ്ടിലൊക്കെ എടുക്കാനുള്ളെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഫോണിൽ തന്നെ DJIയുടെ ഫ്ലൈ ആപ്പിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഹാൻഡ് ജസ്റ്റ് ഒന്ന് നീട്ടി കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ഫ്ലൈ ചെയ്തോളും. നീട്ടി നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈ ചെയ്യും. പിന്നെ ഇതിൽ തന്നെ പല മോഡുകളുള്ള കാരണം നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാനായിട്ട് ഏറ്റവും ഒരു കമ്പാറ്റബിൾ ആയിട്ടുള്ള സാധനം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ചെറിയൊരു ബാറ്ററിയാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് 139 ഗ്രാമുള്ളൂ കേട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അപ്പം നമുക്കിത് വിൻഡ് കണ്ടീഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്, നമ്മൾ ഹാൻഡ്ലാൻഡൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പെട്ടെന്ന് നമുക്കിത് സ്കിഡായി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഹാൻഡിൽ വന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് താഴെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ 2 ഹാൻഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ താഴോട്ട് നമ്മൾ നിലത്ത് നമ്മൾ ലാൻഡ് ചെയ്യിക്കുക കേട്ടോ. പിന്നെ ഇതിന് അത്യാവശ്യം അത്യാവശ്യം ഒന്നും പറ്റുന്നില്ല കേട്ടോ. പലരുടെയും വീഡിയോ ഞാൻ കണ്ടതിൽ ഇതിൽ നിന്ന് തട്ടവും ക്രാഷൊക്കെ ചെയ്തിട്ടും വലിയതായിട്ടൊന്നും പറ്റിയിട്ടില്ല. കാരണം ഇതിൻ്റെ ഓൾറെഡി പ്രൊപ്പല്ലേഴ്സ് എല്ലാം കവേർഡ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് 18 മിനിറ്റാണ് പറയുന്നത്. ഈ കവർ കാര്യങ്ങളില്ലെങ്കിൽ 18 മിനിറ്റ് ഓടും, അല്ലെങ്കിൽ 17 മിനിറ്റാണ് പറയുന്നത് ഇത് ഫ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ഇതുണ്ടോ, ഇത് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ബാറ്ററി ലെവലെല്ലാം കാണിക്കും. എന്നിട്ട് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കണം. അപ്പോൾ ജസ്റ്റ് ഇതായിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ കവർ ഇത് അഴിച്ചു മാറ്റണം കേട്ടോ. പിന്നെ ഇത് ജസ്റ്റ് കൈ വെച്ച് തന്നെ നമ്മളിവിടെ ഇപ്പം ഇതുണ്ടോ, പല മോഡ് ഇങ്ങനെ ഞെക്കി നമുക്ക് സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസ് ചെയ്തുകൊണ്ട് ഒന്ന് നിൽക്കുന്ന ഇതാണ്. ഇത് ഫോളോ ചെയ്യുന്ന മോഡാണ്. സ്പോട്ട് ലൈറ്റ് നമുക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പം
നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ. സ്റ്റോപ്പ് ആക്കാനും നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യാനും ഇത് ഞെക്കുക. പിന്നെ മോഡുകൾ സ്വിച്ച് ചെയ്യാനായിട്ട് കേട്ടോ ഈ ഒരു സ്വിച്ച് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗിംബലൊക്കെ നല്ല നമുക്ക് ഏതൊരു ഒരു മോഡൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് മറ്റത് പോർട്രേറ്റ് ആയിട്ടും ഇതായിട്ടും എടുക്കാൻ പറ്റുമായിരുന്നു. ഇതിൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡലിലാണ് നമുക്ക് വീഡിയോ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് മറ്റേ DJI Mini 3 അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ സെൻസറുകളില്ല. പിന്നെ നമുക്ക് നമ്മളെ ഫോളോ ചെയ്ത് വരുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഏകദേശം മരങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ കൂടുതൽ ലെങ്തി ആയിട്ട് വിടണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ RC കൺട്രോളർ വെച്ച് വിടുകയാണെങ്കിൽ 2 കിലോമീറ്റർ വരെ വിടാം. അതുവരെ മറ്റേ മൊബൈലിലാണെങ്കിലും അത്ര ലെങ്തി വിടാതിരിക്കുകയായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും നമ്മളിപ്പോൾ ഡ്രോണിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോണിൽ സെലക്ട് ആയിട്ട് ഓൾറെഡി ആ ഒരു വിഷ്വൽ എടുത്തിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ ഹാൻഡിൽ തന്നെ വരും കേട്ടോ. അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് ഇതിന്. പിന്നെ ഇതിപ്പോൾ കണ്ടോണം സ്പോട്ട് ലൈറ്റ് എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന വിഷ്വൽ ഞാൻ കാണിച്ചു തരാവേ. അടുത്ത ദിവസം തന്നെ നമ്മളിതിൻ്റെ ഫുൾ വീഡിയോ വരുന്ന വായിക്കും കേട്ടോ. ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ അയർലൻഡ് ചെയ്യാനുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഫൈൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്നും അടുത്ത വീഡിയോയിൽ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ വിഷ്വൽ കാര്യങ്ങളെല്ലാം ഇനി മുമ്പോട്ടുള്ള വീഡിയോയിലൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്പോട്ട് ലൈറ്റിൽ ഒന്ന് ഹൈറ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. എല്ലാം പറക്കുന്ന പോലെ കാറ്റാണ്. നമുക്കിത് ഹാൻഡ് വെച്ചെടുത്ത് ലാൻഡ് ആവുക നോക്കാം. സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് വീഡിയോ എടുക്കാം. ലാൻഡായി ഇപ്പം ഇവിടെ എല്ലാം പറത്തിക്കൊണ്ട് പോകും. അത് കാരണമാണ് ഞാൻ ഇപ്പോൾ ഓഫാക്കി കേട്ടോ. ഇനി ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് സ്റ്റോപ്പ് ആക്കാം. സ്റ്റോപ്പ് ആയിട്ടുണ്ട്. നമുക്കിപ്പം ഫോണിലൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ DJI Fly ആപ്പിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് അടിച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. പിന്നെ ലാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ലാൻഡ് ആവും. അങ്ങനെ ഇപ്പം നമുക്കിപ്പം പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം RC കൺട്രോളർ വെച്ച് അല്ലെങ്കിൽ അതേ മൊബൈൽ കണക്ട് ചെയ്തൊക്കെ പെട്ടെന്ന് എടുക്കാൻ നമുക്ക് ഇച്ചിരി പെട്ടെന്ന് പാടാണ്. അതുകൊണ്ട് ഇതാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാം സംഭവം ചെയ്യാം. ആ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് കേട്ടോ. ഞാൻ DJI Mini 3 ആയിരുന്നു എൻ്റെ മുമ്പിലത്തെ ഇത് ഡ്രോൺ വന്നിരുന്നത്. അത് നമ്മൾ നാട്ടിൽ നിന്ന് വെച്ച് തന്നെ നമ്മൾ കൊടുത്തായിരുന്നു. അപ്പം ഇതിപ്പോൾ ഒരു പുതിയ നമ്മളൊന്ന് എടുത്ത് നോക്കാൻ വെച്ചിട്ട് ജസ്റ്റ് എടുത്ത് നോക്കിയതാണ് കേട്ടോ. ഇത് എനിക്കൊന്ന് DJI Mini 3യുടെ അത്ര 4K ക്വാളിറ്റി വരുന്നില്ലെന്നാണ് എല്ലാവരും പറഞ്ഞ റിവ്യൂ വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മളൊരു എക്സ്ട്രാ വാറണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് വാട്ടർ ലാൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് 3 times വരെ നമുക്ക് വാറണ്ടിയോടുകൂടി നമുക്കിത് റിട്ടേൺ തരുന്നതായിരിക്കും അവർ. അപ്പോൾ ആ ഒരു വാറണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിലൊക്കെ കാണാം കേട്ടോ. ഇതിൻ്റെ അകത്ത് എനിക്ക് വന്നിട്ടുള്ള സ്ക്രൂ ഡ്രൈവറും മറ്റേ സ്പെയർ പ്രൊപ്പല്ലറും Type-C കേബിളും മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിന് നമ്മൾ കോംബോ ഓഫർ എടുക്കുകയാണെങ്കിൽ RC കൺട്രോളറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ 2 ബാറ്ററി എക്സ്ട്രായും കൂടെ വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന് പറയാനുള്ള കാര്യം, ഇതിന് ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു മെമ്മറി വരുന്നത്. പിന്നെ നമുക്കിത് എക്സ്ട്രാ മെമ്മറി ഒന്നും ഇടാൻ പറ്റത്തില്ല. പിന്നെ Type-C ചാർജിങ് കേബിളൊക്കെ ഉണ്ട് കേട്ടോ. Type-C ആണ് ചാർജിങ്ങിൻ്റെ. പിന്നെ ഇൻബിൽറ്റ് ആയിട്ട് മെമ്മറി ആയതുകൊണ്ടാണ് നമ്മൾ ഒരു 2-3 ബാറ്ററി കൈ വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു വിഷ്വൽ എടുത്തു കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് നമ്മുടെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അടുത്ത് ഫ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബാറ്ററി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇതാവട്ടെ. മെമ്മറി കുറവാണെങ്കിലും
ഇപ്പോൾ ബാറ്ററി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അത് ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഫോണിലേക്ക് ആക്കാം. അതൊക്കെ പെട്ടെന്ന് ക്വിക്ക് ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ ഫോണിൽ വരും. അതുകൊണ്ട് നമുക്ക് മെമ്മറിയുടെ അത്രയും പ്രശ്നം വരുന്നില്ല. പിന്നെ നമ്മൾ കൂടുതലും അധികം ടൈമിൽ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാറില്ലല്ലോ. ഹൈലൈറ്റിനൊക്കെയാണ് നമ്മൾ കൂടുതലും അങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. എല്ലാം നമുക്കിത് പറത്തിയൊക്കെ കാണിക്കാം. നമ്മളെ ഫോളോ ചെയ്ത് വരുന്ന പല മോഡുകളുണ്ട്. നമുക്കിത് എനിക്ക് തോന്നുന്നത് നമ്മളെ ഫോളോ ചെയ്യും, പക്ഷെ ഇത് കാറിനെ ഒന്നും ഫോളോ ചെയ്യുന്നതായിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മളിത് പറത്തിയിട്ട് നമ്മളെ ഫോളോ ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് കാറെ കയറിയിട്ട് പോകുമ്പോഴത്തേക്ക് എങ്ങനെ ഇത് ഫോളോ ചെയ്യുമോ എന്നൊക്കെ നോക്കണം. അങ്ങനെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം കേട്ടോ.